കേരള സർവകലാശാല കോഴ വിവാദത്തിൽ വിധികർത്താവ് ഷാജിക്കെതിരെ പരാതി നൽകിയത് എസ്.എഫ്.ഐ ജില്ലാ സെക്രട്ടറി നന്ദനാണ് പരാതി നൽകിയത്. പോലീസ് നന്ദന്റെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആറിന്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഏതായാലും എസ്.എഫ്.ഐ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് ഇദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ മരന്തൊന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് നിലവിലുള്ള അനുമാനം. മാത്രമല്ല, ഇദ്ദേഹം മർദ്ദനമേറ്റു എന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? രാജീവ്, കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് PN ഷാജിക്കെതിരായ കേസ് കൊടുത്തത് ഇപ്പോൾ എസ്.എഫ്.ഐ ആണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. എസ്.എഫ്.ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ N നന്ദനാണ് കേസ് കൊടുത്തത് എന്ന രീതിയിലുള്ള എഫ്ഐആറിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, കേരള സർവകലാശാല മാർഗംകളി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കോഴ ഇടപാടുമായിട്ട് ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ മാർഗം കളിക്കുന്ന സമയത്ത് അവരുടെ കൈ തറയിൽ കുത്തിയിരുന്നു. കൈ തറയിൽ കുത്തിയാൽ അത് അയോഗ്യതയെ കണക്കാക്കുകയും അവരെ മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ കോളേജിൽ തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കുകയായിരുന്നു. ഇതിലാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PN ഷാജിക്കെതിരെ ആരോപണം, അതുപോലെ തന്നെ പരാതി ഉയർന്നത്. ആരാണ് PN ഷാജിക്കെതിരെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ വിധികർത്താക്കൾക്കെതിരെ ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നൊരു വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേരള സർവകലാശാല യൂണിയൻ പ്രോഗ്രാം കൺവീനർ കൂടിയായ നന്ദനാണ് യൂണിവേഴ്സിറ്റിയുടെ, അതായത് കേരള സർവകലാശാലയുടെ യൂണിയൻ ലെറ്റർ പാഡിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നന്ദനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നന്ദനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതെന്ന്. അതിനുശേഷമാണ് എഫ്ഐആറിന്റെ പകർപ്പുകൾ ഇന്ന് പുറത്താകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. സർവകലാശാലയിൽ ഇത്തരത്തിലൊരു യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സർവകലാശാലയിൽ കലോത്സവം നടക്കുന്നു. ആ കലോത്സവത്തിൽ കോഴ വിവാദം ഉണ്ടാകുന്നു. എസ്.എഫ്.ഐ തന്നെ, അല്ലെങ്കിൽ അവരുടെ യൂണിയൻ തന്നെ നടത്തുന്ന കലോത്സവത്തിൽ അവർ തന്നെ ഒരു ആരോപണം കൊണ്ടുവരുന്നു. ഒരു വിധികർത്താവ് മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. ഗുരുതരമായ വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ കാര്യത്തിലെ കോഴ വിവാദം, അതുപോലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗുരുതരമായ ഒരു വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വിധികർത്താക്കൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരിക, അല്ലെങ്കിൽ ആരോപണത്തിനുപരി ഇങ്ങനെ ഒരു കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ വിധികർത്താവ് ആത്മഹത്യ ചെയ്തൊക്കെ വലിയ രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നന്ദനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ്.എഫ്.ഐയുടെ ജില്ലാ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ചില തർക്കങ്ങളും വിഭാഗീയതയൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. പാളയം, വഞ്ചൂർ എസ്.എഫ്.ഐ യൂണിറ്റുകൾ തമ്മിലാണ് ഇപ്പോൾ കടുത്ത വിഭാഗീയത ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ രാവിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരായിരുന്നു ഇത്തരത്തിൽ വിധികർത്താക്കൾക്കെതിരെ പരാതി കൊടുത്തത് എന്നൊരു വിഷയമായിരുന്നു. ആ വിഷയമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എസ്.എഫ്.ഐ തന്നെയാണ് പ്രധാന കാരണക്കാർ. എസ്.എഫ്.ഐ തന്നെയാണ് പരാതിയും കൊടുത്തിട്ടുള്ളത്. രാജീവ്, വിധികർത്താവ് ഷാജിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് എസ്.എഫ്.ഐ ജില്ലാ സെക്രട്ടറിയാണ്. എസ്.എഫ്.ഐ ജില്ലാ സെക്രട്ടറി നന്ദനാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്നായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഇന്ന് ഷാജിയെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്താനിരുന്നത്. അതിൽ മനംതൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന കുടുംബത്തിൻ്റെ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് നിലവിൽ പുറത്തു വരുന്ന പോലീസിൻ്റെ എഫ്ഐആർ. ടിൻഡുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.